വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന് കുന്നംകുളത്തെ നോട്ട്ബുക്ക് വ്യവസായം. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച വർണ്ണാഭമായ ചട്ടകളുള്ള കുന്നംകുളം പുസ്തകങ്ങൾ ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഹരമായിരുന്നു. യന്ത്രങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് ഓരോ ബൈൻഡിംഗ് യൂണിറ്റും നൂറുകണക്കിന് കുടുംബങ്ങളുടെ അന്നമായിരുന്നു. പേപ്പർ മടക്കാനും തുന്നാനും ഒട്ടിക്കാനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് കഷ്ടിച്ച് 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വരവോടെയാണ് കുന്നംകുളത്തെ ചെറുകിട യൂണിറ്റുകൾ പ്രതിസന്ധിയിലായത്. ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന ഈ കമ്പനികളോട് മത്സരിക്കാൻ പഴയ രീതിയിലുള്ള ബൈൻഡിംഗ് യൂണിറ്റുകൾക്ക് സാധിക്കുന്നില്ല. ഭൂരിഭാഗം തൊഴിലാളികളും മറ്റു മേഖലകളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. 1 കിലോ പേപ്പറിന് 90 രൂപ നൽകി പുസ്തകം നിർമ്മിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് 23 മുതൽ 28 രൂപ വരെ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതേ പുസ്തകം വിപണിയിൽ 70 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്. വൻകിട കമ്പനികളുടെ പുസ്തകങ്ങൾക്ക് 6 മുതൽ 15 രൂപ വരെ വില കൂടുതലുണ്ടായിട്ടും ലഭ്യതയുടെ പേര് പറഞ്ഞ് കച്ചവടക്കാർ പ്രാദേശിക നിർമ്മാതാക്കളെ ചൂഷണം ചെയ്യുകയാണ്. ചിതറിക്കിടക്കുന്ന ചെറുകിട യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ആധുനിക വിപണന രീതികളുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ കുന്നംകുളത്തിന്റെ അക്ഷരപ്പെരുമ ഭാവിയിലേക്കും നിലനിർത്താൻ സാധിക്കൂ. TCV കുന്നംകുളം.